Good morning, students. Previous class, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ എന്താണ് ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ച് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫായിട്ട് പറയാം. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഡക്ടിലസ് ഗ്ലാൻഡ്സ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു, അത് റിലീസ് ചെയ്യുന്നത് ബ്ലഡിലോട്ട് നേരിട്ടാണ്, ഡയറക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡക്ടിലസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. ദെൻ പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് അത് പഠിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഓരോ ഏതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പഠിച്ചു. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഹൈപ്പോതലാമസ് പഠിച്ചു. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറേ റിലീസിങ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ആ ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്റ്റിമുലേഷൻ നടക്കുന്നത്. അതുപോലെ ചില ഹോർമോൺസിന്റെ ആക്ഷൻസ് കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിന് ഇൻഹിബിറ്റീവ് ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ. അത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് കൺട്രോളും, പക്ഷേ എഫക്റ്റ് എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ മുകളിൽ ഒരു എഫക്റ്റ് ഉണ്ട്, പ്രധാനമായിട്ടും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുകളിൽ. ഓക്കെ, അത്രയാണ് നമ്മൾ പിന്നെ അതിന്റെ ഫങ്ഷൻസ്, പിന്നെ ഓരോ ഹോർമോൺസ്, ഇതിനെയൊക്കെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. ഒരു ഡയമീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു വീതി എന്നൊക്കെ പറയുന്നത് 1 സെന്റിമീറ്റർ ഉള്ളൂ. വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു 0.5 to 1 gram വെയിറ്റ്, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഇത് ബ്രെയിനിൽ തന്നെയാണ്. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് സ്പിനോയിഡൽ ബോൺ, കുറേ ബോൺസുകളുണ്ട്, നമ്മുടെ സ്കൾ ബോണുകളൊക്കെ ഉണ്ട്, സ്പിനോയിഡൽ ബോൺ, അങ്ങനെ കുറേ ബോൺസ് ഉണ്ട്. അതിൽ സ്പിനോയിഡൽ ബോൺസിന് ഒരു ചെറിയൊരു ഡിപ്രഷൻ, ഒരു ചെറിയൊരു കുഴിയുണ്ട്. അപ്പൊ ആ ഒരു കുഴി, അതിന്റെ ആ ഒരു ഡിപ്രഷനിലാണ് എന്തിരിക്കുന്നത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പൊ ആ കുഴിക്ക് പറയുന്ന ഹൈപ്പോഫൈസിയൽ, എന്താ പറയുക ഹൈപ്പോഫൈസിയൽ. അതുകൊണ്ട് തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ ഹൈപ്പോഫൈസിയ ഓഫ് സെറിബ്രേ അല്ലെങ്കിൽ ഹൈപ്പോഫൈസിയ എന്ന് പറയുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ വേറൊരു പേരാണത്. അപ്പൊ ഈ ഹൈപ്പോഫൈസിക്ക് ഓൾസോ കോൾഡ് സെല്ല ടേഴ്സിക്ക എന്ന് പറയുന്നത്, സെല്ല ടേഴ്സിക്ക. ഓക്കെ, അപ്പൊ അതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ, ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് മറ്റുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ആക്ടിവിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ എന്താ സ്റ്റിമുലേറ്റ്, അതായത് ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ തൈറോയിഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH. അപ്പൊ ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്താൽ അത് ആക്ട് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡിലാണ്. തൈറോയിഡ് ഗ്ലാൻഡിൽ അതിൽ ആക്ട് ചെയ്തിട്ടാണ് പിന്നീട് T3 T4 എന്ന് പറയുന്ന ഹോർമോൺസും അതിന്റെ തൈറോക്സിൻ എന്നാണോ അതൊക്കെ ഉണ്ടാവുന്നത് ഈ TSHന്റെ ആക്ഷൻ മൂലമാണ്. അപ്പൊ അങ്ങനെ ഓരോ ഗ്ലാൻഡിന്റെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയൊക്കെ എന്താണ് ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അതുകൊണ്ട് അതിനെന്ത് പറയും, മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയും. ആൻഡ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസുമായിട്ട് കണക്ഷൻ വരുന്നതാണ് ഇൻഫെന്റിബുലാർ സ്റ്റോക്ക്. അപ്പൊ ഈ ഭാഗത്താണ് നമ്മളുടെ ഹൈപ്പോതലാമസ് ഇരിക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമസ് എന്താണ് ഇൻഫെന്റിബുലാർ സ്റ്റോക്ക്. ഈ ഇൻഫെന്റിബുലാർ സ്റ്റോക്കാണ് ഹൈപ്പോതലാമസിന്റെ എൻഡിങ് നമ്മൾ പറഞ്ഞു ഇൻഫെന്റിബുലാർ സ്റ്റോക്കിലാണ്. അപ്പൊ ഈ ഇൻഫെന്റിബുലാർ സ്റ്റോക്കിലൂടെയാണ് എന്താണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുമായിട്ട് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ഇത് റിലേഷൻ വരുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മെയിൻ ആയിട്ട് നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആന്റീരിയർ ലോബ്, 2 ലോബായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും. അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് പോസ്റ്റീരിയർ. അപ്പൊ ആന്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ്, അതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ലോബ് ഉണ്ട്. ഈ ചെറുതായിട്ട് ബ്ലാക്ക് ഇന്റർമീഡിയറ്റ് ലോബ് ഉണ്ട്. പക്ഷെ അതിന് ഹ്യൂമൻ ബീയിങ്സിൽ എന്താണ് അത് വളരെയധികം ചെറുത്, അല്ലെങ്കിൽ അതിന് ആക്ഷൻ തന്നെ പറയുന്നത് എന്താണ് കുറവാണ്. അപ്പൊ അതിനെ കുറിച്ച് വല്ലാണ്ട് നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. അപ്പൊ ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും ഉണ്ട്. പിറ്റ്യൂട്ടറിക്ക് 2 ലോബുള്ളത്, ആന്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ് മെയിൻ ആയിട്ട്. അപ്പൊ ഈ ആന്റീരിയർ ലോബ് എന്ന് പറയുന്നതിന് നമ്മള് ലൈ ചെയ്യുന്നത് നമ്മളെ ഫാരിങ്സിൽ നിന്നുള്ള കുറെ ഗ്ലാൻഡുലർ ടിഷ്യൂസ് ഒക്കെ ഉണ്ട്. അതിന്റെ മുകളിലോട്ടുള്ള ഗ്രോത്ത്, അപ്ഗ്രോത്ത്, ആ അപ്ഗ്രോത്ത് ആണ് എന്തായിട്ട് മാറിയത് ഈ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ആയിട്ട് മാറുന്നത്. ഈ ഫാരിങ്സ് എന്നുള്ള ഗ്ലാൻഡുലർ ടിഷ്യൂസിന്റെ അപ്ഗ്രോത്ത്, അതായത് മുകളിലോട്ടുള്ള ഗ്രോത്ത് ആണ് ആന്റീരിയർ ലോബായിട്ട് മാറുന്നത് പിറ്റ്യൂട്ടറിയുടെ. അതുകൊണ്ട് അതിനെന്ത് പറയും, അഡിനോ ഹൈപ്പോഫൈസിസ്. അതിനെ പറയുന്നതാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ ലോബ്. ഈ ഹൈപ്പോതലാമസിന് എന്താണ് നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ ഈ ഹൈപ്പോതലാമസിന്റെ ഡൗൺവാർഡ് ഗ്രോത്ത് ആണ് ശരിക്കും എന്ന് പറഞ്ഞാല് ഈ പോസ്റ്റീരിയർ ലോബ്. അതായത് ഞാൻ പറഞ്ഞു
ഹൈപ്പോതലാമസിൽ കുറെ ന്യൂറോ സെക്രട്ടറി സെൽസിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ നെർവ് എൻഡിങ്സ് ഇരിക്കുന്നത് പിറ്റ്യൂട്ടറിയിലെന്ന് പറഞ്ഞാൽ. ഓരോ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൊട്ടടുത്തിരിക്കുന്ന ആരൊക്കെയായിട്ടാണ് റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. ഓക്കെ, ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സുപ്പീരിയർ, ഇത് മുകളിലുള്ള റിലേഷൻസ്, ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ താഴെയുള്ളത്, ആന്റീരിയർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് മുന്നിലുള്ളത്, പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ബാക്കില്, ലാറ്ററൽ എന്ന് പറയുമ്പോൾ സൈഡ്. ഓക്കെ, അപ്പോൾ ഈ സുപ്പീരിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിക് കയാസ്മ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, ഹൈപ്പോതലമസിന്റെ തൊട്ട് ഒരു മുന്നിലുള്ള ഒരു ഇതാണ് ഒപ്റ്റിക് കയാസ്മ. അത് വിഷനുമായിട്ട്, ഇത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒപ്റ്റിക് കയാസ്മ എന്ന് പറയുന്നത്. അടുത്ത തന്നെ ഡയഫ്രമ സെല്ല എന്ന് പറഞ്ഞാൽ ഡ്യൂറാമാറ്ററിന് ഒരു ചെറിയ ഇതുണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂറാമാറ്റിന്റെ ഒരു പാർട്ടാണ് ഡയഫ്രമ സെല്ല എന്നുള്ളത്. അതിന്റെ നടുവിൽ ഒരു സെന്ററിൽ ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിലൂടെ നമ്മൾ എന്താണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അതായത് ഇൻഫന്റിബുലർ സ്റ്റോക്ക് ഒക്കെ അതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഡയഫ്രമ സെല്ല. അപ്പൊ ഡ്യൂറാമാറ്റർ എന്ന് പറയുന്നത് ബ്രെയിനിന് 3 പാളികൾ, മെനിഞ്ചസ്, ബ്രെയിനിന്റെ കവറിംഗ് ആണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിന്റെ 3 കളറ് ഡ്യൂറാപ്പായ, അരാക്നോമാറ്റർ, ഇങ്ങനെ 3 കവറിംഗ് ഉണ്ട്. അതിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് ഇത് ഈ ഡ്യൂറാമാറ്റർ. അപ്പൊ അതിന്റെ ഒരു പാർട്ടാണ് ഇത് ഈ ഡയഫ്രമ സെല്ല. ദെൻ ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. നെക്സ്റ്റ് ഇതാണ് ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. ഇത് 2 സെറിബ്രൽ ആർട്ടറി ഉണ്ട്, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു വെസല്, അത് ചെറിയൊരു അതാണ് ഈ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി എന്ന് പറയുന്നത്. ഫ്ലോർ ഓഫ് തേർഡ് വെൻട്രിക്കിൾസ്, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് സ്കള്ളും ഇതൊക്കെ എടുക്കുമ്പോൾ പറയാം. ഫ്ലോർ ഓഫ് തേർഡ് വെൻട്രിക്കിൾസിന്റെ ഫ്ലോർ എടുക്കുക. അപ്പൊ ഇത്രയാണ് സുപ്പീരിയർ റിലേഷൻഷിപ്പ്. അടുത്താണ് ഇൻഫീരിയർ റിലേഷൻ, ഹൈപ്പോഫൈസിയൽ ഫോസ. ഹൈപ്പോഫൈസിയൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, സെല്ലാ ടെർസിക്ക, അല്ലെങ്കിൽ പറയുന്നതാണ് സെല്ലാ ടെർസിക്ക, അതായത് സ്ഫിനോയിഡൽ ബോണിലുള്ള ഒരു ചെറിയ ഡിപ്രഷൻ. ഓക്കെ, പിന്നെ എന്താണ് സ്ഫിനോയിഡൽ എയർ സൈനസ്. ഈ എയർ സൈനസ് എന്നൊക്കെ പാരാനൈസ്, അതായത് നമ്മളെ നോസിന്റെ പുറകിലുള്ള ബോൺസിന്റെ ഇടയിൽ ഒരു ഹോളോ സ്പേസ് ഉണ്ട്. അതിലെന്താണ് ഈ മ്യൂക്കസ് ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഈ നോസ് ഒക്കെ എന്താണ് ഡ്രൈ ആവാതെ ഇരിക്കുന്നത്, മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരുന്നത്. അപ്പൊ അവിടെയുള്ള ഒരു സൈനസ് ആണ് ഈ സ്ഫിനോയിഡൽ എയർ സൈനസ്. ദെൻ ആന്റീരിയർ ഇന്റർ കാവർണസ് സൈനസ്. ഈ കാവർണസ് സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂറാമാറ്റിന്റെ ഒരു വീനസ് സൈനസ് ആണ്. ആ ഒരു ബന്ധപ്പെട്ടാണ് ഈ ഇന്റർ കാവർണസ് സൈനസ്. പോസ്റ്റീരിയർ ആകുമ്പോൾ പോസ്റ്റീരിയർ ഇന്റർ കാവർണസ് സൈനസ്. ഇത് കാവർണസ് സൈനസ് എന്നുള്ളത് 2 സൈഡിലുള്ളതാണ് ഇന്റർ കാവർണസും പോസ്റ്റീരിയർ ഇന്റർ കാവർണസും. പിന്നെ വരുന്ന ലാറ്ററൽ വരുന്നതാണ് കാവർണസ് സൈനസ്. അപ്പൊ ഇത്രയാണ് റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് ഒക്കെ ജസ്റ്റ് ഈ നെയിംസ് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് സുപ്പീരിയർ, ഇൻഫീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ, ഇത്രയാണ് നമ്മളുടെ റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് ബ്ലഡ് സപ്ലൈ ടു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ. ആർട്ടറീസ് ഉണ്ടാവും, വെയിൻസ്. ആർട്ടറീസ് എന്ന് പറഞ്ഞാല് പ്യുവർ ബ്ലഡ് ആണ് വരുന്നത്. വെയിൻസ് എന്ന് പറഞ്ഞാല് എന്താണ്, വെയിൻസ് എന്ന് പറയുമ്പോൾ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ്, കാർബൺ ഡൈ ഓക്സൈഡും ഇതൊക്കെ ടിഷ്യൂസിനും സെൽസിനും ഒക്കെ ഉള്ള വേസ്റ്റും ഇതൊക്കെ വരുന്നതാണ് എന്ത് വരുന്നത്, വെയിൻസ്. ഇത് വീനസ് ബ്ലഡ് എന്ന് പറയുന്നത്. ആർട്ടീരിയൽ ബ്ലഡ് എന്ന് പറയുമ്പോൾ പ്യുവർ ബ്ലഡ് ആണ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അപ്പൊ ആർട്ടീരിയൽ സപ്ലൈ, ഇത് ബ്ലഡ് സപ്ലൈ ടു ദ പോസ്റ്റീരിയർ ബ്ലഡ് സപ്ലൈ ടു ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഹൈപ്പോഫൈസിയൽ ആർട്ടറീസ് ആണ്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഹൈപ്പോഫൈസിയൽ ആർട്ടറി. വെയിൻസ് എന്ന് പറയുന്നത് വീനസ് ഡ്രൈനേജ് എന്ന് പറയുന്നത് ഹൈപ്പോഫൈസിയൽ വെയിൻസിൽ നിന്ന് എന്ത് വരും, കാവർണസ് സൈനസിലോട്ടാണ് പോകുന്നത്. കാവർണസ് സൈനസിലേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇതാണ് ബ്ലഡ് സപ്ലൈ. ഇനി ഫങ്ഷൻസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് കുറെ ഫങ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബാക്കിയുള്ള, അതായത് മറ്റുള്ള അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ടാർഗറ്റ് ഓർഗൻസിനെ പോയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാല് ഹൈപ്പോതലാമസിലുള്ള കുറച്ച് ഹോർമോൺസിനെ സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. എക്സാമ്പിൾ ആണ് നമ്മൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പൊ സ്റ്റോറേജ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്. ഇങ്ങനെ കുറെ ഫങ്ഷൻസ്. ഇത്രയാണ്, ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫങ്ഷൻസ്.